നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കുഴി തട്ടിപ്പ് നടത്തിയ 5ാം വാർഡ് മെമ്പർ PM സുരേഷിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. അരുവായി കോട്ടൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം നഗരസഭയിലെ 5 വാർഡുകളിൽ പനിക്ക് സാധ്യത കൂടുതലെന്ന് സർവേ റിപ്പോർട്ട്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ക്യാൻസർ ബോധവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. കുന്നംകുളം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ 10 കോടി രൂപ വായ്പയ്ക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടക മാസത്തെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് പത്തിലക്കറിയും കഞ്ഞിയും കനകപ്പൊടിയും വിതരണം ചെയ്തു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നഷ്ടപ്പെട്ട ഓജസ് വീണ്ടെടുക്കാനുമായി നാട്ടറിവുകളിലൂടെ പഴമക്കാർ കണ്ടെത്തിയ 10 ഇലകൾ ചേർത്താണ് കറിയുണ്ടാക്കുന്നത്. ക്ഷേത്രത്തിലെ നാമജപ സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പത്തിലക്കറിയും കഞ്ഞിയും കനകപ്പൊടിയും ഇന്ന് ഉച്ചയ്ക്ക് വിതരണം ചെയ്തു. താള്, തകര, ചേമ്പ്, ചേന, ചീര, പയർ, നെയ്യുണ്ണി, മത്ത, കുമ്പളം, കരിക്കൊടി എന്നിവയാണ് പത്തിലക്കറികൾക്ക് ഉപയോഗിക്കുന്നത്. നാമജപ സമിതിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് ഇവ ശേഖരിച്ച് ക്ഷേത്രത്തിലെത്തിച്ചു. തവിടും ശർക്കരയും നാളികേരവും ചേർത്താണ് കനകപ്പൊടി ഉണ്ടാക്കുന്നത്. തീക്കനലിൽ ചുട്ടെടുത്തുണ്ടാക്കുന്ന കനകപ്പൊടിയും പത്തിലക്കറിക്കൊപ്പം നൽകി. വിഷവീര്യമുള്ള പല ഇലകളും കർക്കിടകത്തിലെ 30 ചൊവ്വാഴ്ച ഔഷധമായി മാറുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ കഞ്ഞിയും പത്തിലക്കറിയും കഴിക്കാൻ പ്രശസ്ത സിനിമാ താരം രമാദേവിയും എത്തിയിരുന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണത്തിന് പുറമെ രാമായണ പാരായണം, ഭക്തി പ്രഭാഷണം എന്നിവയും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. കുഴി തട്ടിപ്പ് നടത്തിയ 5ാം വാർഡ് മെമ്പർ PM സുരേഷിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് കടവല്ലൂർ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് അംഗമായ PV സുരേഷിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. പഞ്ചായത്ത് അംഗം PV സുരേഷിനെതിരെ കുഴി തട്ടിപ്പ് നടത്തിയതിനും അമ്പലത്തിന്റെ ജംഗമ വസ്തുക്കൾ തിരിച്ചു നൽകാത്തതിനും കുന്നംകുളം പോലീസ് കേസ് എടുത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകിയത്. PV സുരേഷിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ മെമ്പർമാരും UDF പ്രവർത്തകരും പെരുമ്പലാവ് സെന്ററിൽ പ്രകടനം നടത്തി. ക്ഷേത്രത്തിന്റെ തിരുവാഭരണം, ജംഗമ വസ്തുക്കളടക്കം തിരിമറി നടത്തി വന്നിട്ട് പ്രഥമ ദൃഷ്ടിയിൽ കുന്നംകുളം പോലീസ് അന്വേഷിച്ചിട്ട് FIR 406, 420 വകുപ്പിലുള്ള ക്രിമിനൽ കുറ്റം, വഞ്ചനാ കുറ്റം തുടങ്ങിയവരിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്ത FIR ഇട്ട മെമ്പറിനെ ഈ അന്വേഷണ വിധേയമായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നും ഗ്രാമപഞ്ചായത്തിലെ 7 മെമ്പർമാർ ഇന്ന് രേഖാസഹിതം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയും കൊടുത്തു. പക്ഷേ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് ആ നോട്ടീസിനെ കണ്ടത്. പക്ഷേ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരുടെ ന്യായമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവണതയ്ക്ക് ശക്തമായ എതിർപ്പ് കൊണ്ടാണ് കടവൂർ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ഞങ്ങൾ ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. പ്രധാനമന്ത്രിയുടെ ഫോട്ടോയുള്ള ഫ്ലക്സ് ബോർഡുകൾ SFIക്കാർ തകർത്തതിൽ പ്രതിഷേധിച്ച് BJP നടത്തിയ പ്രകടനത്തിനിടെ കൊടികെട്ടിയ ഇരുമ്പ് കമ്പി കൊണ്ട് SI അടക്കമുള്ള പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 2 BJP നേതാക്കൾ അറസ്റ്റിലായി. BJP മേഖലാ പ്രസിഡന്റ് കാണിപ്പയ്യൂർ കരുമത്തിൽ സനു, യുവമോർച്ച പ്രാദേശിക നേതാവ് വെസ്റ്റ് മങ്ങാട് മേപ്പാടത്ത് പുഷ്പൻ എന്നിവരെയാണ് SI UK ഷാജഹാൻ അറസ്റ്റ് ചെയ്തത്. കേറ്ററിംഗ് നടത്തിപ്പുകാരനായ സനുവിന്റെ നേതൃത്വത്തിലാണ് SIയെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ SFIയുടെ
നവാഗതർക്ക് സ്വാഗതം ചെയ്ത് സ്ഥാപിച്ച 20 ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും സംഘപരിവാർ സംഘടനകൾ തകർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ ഉച്ചതിരിഞ്ഞ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിനിടെ നഗരസഭാ ഓഫീസിന്റെ ഗുരുവായൂർ റോഡിലേക്കുള്ള കവാടത്തിനരികെ വെച്ചിരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഫ്ലക്സ് ബോർഡ് തകർത്ത് വലിച്ചെറിഞ്ഞിരുന്നു. SFI പ്രവർത്തകരുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് രാത്രി 7:30 BJP പ്രവർത്തകർ നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനിടെയാണ് BJP പ്രവർത്തകർ ഉൾപ്പെടെ SIയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പ്രകടനത്തിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന പോലീസുകാർ കണ്ടുനിൽക്കെ BJP പ്രവർത്തകർ CPMന്റെയും നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചിരുന്നു. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് കൊടികെട്ടിയ ഇരുമ്പ് വടി ഉപയോഗിച്ച് SI അടക്കമുള്ള പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അറസ്റ്റിലായവരെ മോചിപ്പിക്കാൻ BJP നിയോജകമണ്ഡലം നേതാക്കൾ രാവിലെ മുതൽ സ്റ്റേഷനിൽ തമ്പടിച്ചിരുന്നു. ഉച്ചതിരിഞ്ഞ് കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. അരുവായി കോട്ടോൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അരുവായി കോട്ടോൾ റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അരുവായി കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ റോഡിന് വേണ്ടി 42 ലക്ഷം രൂപ ആലത്തൂർ MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചതായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. 2 വർഷം പിന്നിട്ടിട്ടും യാതൊരു പ്രവൃത്തിയും നടക്കാത്ത സാഹചര്യത്തിലും ആ ഫണ്ട് പാസാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഭരണാധികാരികളുടെ നടപടിയിലും പ്രതിഷേധിച്ചാണ് കോട്ടോൽ അരുവായി റോഡ് ഉപരോധിച്ചത്. കോട്ടോൽ അരുവായി റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ ആവശ്യപ്പെട്ടു. വാർഡ് പ്രസിഡന്റ് രമേശ് കടവാരത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ അബ്ദുൾ റഷീദ്, രതീഷ് അരുവായി, ഉദയ് ശങ്കർ, അരവിന്ദാക്ഷൻ നായർ, പ്രതീഷ് അരുവായി, മോനുട്ടി എന്നിവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ അരുവായി കോട്ടോൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അരുവായി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപരോധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ PKPG എന്ന് പറയുന്ന ആലത്തൂർ MPയുടെ ഫണ്ടിൽ നിന്ന് 42 ലക്ഷം രൂപയാണ് ഈ റോഡിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അനുവദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ അരുവായി പ്രദേശത്തെ CPMന്റെ ആളുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ പ്രധാന സെന്ററുകളിൽ ബോർഡുകൾ വെച്ചുകൊണ്ട് ആ ഫണ്ട് അനുവദിക്കാത്ത ഒരു ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അരുവായി കോട്ടോൾ നിവാസികളെ വഞ്ചിച്ചതിൽ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അരുവായി വാർഡ് കമ്മിറ്റിയും പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്.
റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. Zone distributor Roja Agencies Kunnamkuളം. Phone 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം നഗരസഭയിലെ 5 വാർഡുകളിൽ പനിക്ക് സാധ്യത കൂടുതലെന്ന് സർവേ റിപ്പോർട്ട്. കുന്നംകുളം നഗരസഭയിലെ 5 വാർഡുകളിൽ പനി അടക്കമുള്ള സാംക്രമിക രോഗസാധ്യതയുള്ളതായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് കണ്ടെത്തി. 4, 5 കിഴൂർ വാർഡുകൾ, 7 കക്കാട് വാർഡ്, 23 ആർത്താറ്റ് വാർഡ് എന്നിവിടങ്ങളിലാണ് രോഗസാധ്യതയെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ജില്ലാ വെക്ടർ കൺട്രോളർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകിയ റിപ്പോർട്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ നഗരസഭ അധികൃതർക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം, കുടുംബശ്രീ പ്രവർത്തകരുടെയും ആരോഗ്യ വിഭാഗം പ്രവർത്തകരുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. വാർഡുകൾ തോറും ബോധവൽക്കരണം നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ ഗംഗാധരൻ, ഹെൽത്ത് സൂപ്പർവൈസർ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ക്യാൻസർ ബോധവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. പുതുശ്ശേരി ഗാന്ധി ശതാബ്ദി ഗ്രാമീണ വായനശാലയും തൃശൂർ മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗവും സഹകരിച്ച് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായുള്ള സർവേ പഞ്ചായത്ത് പ്രസിഡന്റ് KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ശാന്ത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA പ്രകാശൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി സുരേഷ്, കുന്നംകുളം മേഖല IMA പ്രസിഡന്റ് ഡോക്ടർ ജോഷി തോമസ്, PK രാജൻ, K രാമകൃഷ്ണൻ, KK തിലകൻ, M കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ക്വിസ് മത്സരത്തിൽ വിജയിച്ചവരെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. കുന്നംകുളം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ 10 കോടി രൂപ വായ്പയ്ക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 10 കോടി രൂപ വായ്പ എടുക്കാനുള്ള നടപടികൾ നഗരസഭ അധികൃതർ ആരംഭിച്ചു. നഗരസഭയുടെ 4 ഏക്കർ സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ 10 കോടി രൂപ ചെലവിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ വിഭാഗം മേധാവി ഡോക്ടർ ജോത്സന റാഫേൽ തയ്യാറാക്കിയ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഡിസൈൻ നഗരസഭാ കൗൺസിൽ യോഗം അംഗീകരിച്ചിരുന്നു. നിലവിലുള്ള തറനിരപ്പിൽ നിന്നും ഏതാനും അടി ഉയരത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് തറഭാഗം ഉയർത്തുന്നത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള കാന നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉണ്ടെന്നുള്ളത് പദ്ധതി പ്രവർത്തനത്തിന് സഹായകരമാണെന്ന് ഡോക്ടർ ജോത്സന റാഫേൽ വ്യക്തമാക്കി. ഇപ്പോൾ നിലവിലുള്ള കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ 552 ബസ്സുകളാണ് വന്നു പോകുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ സ്വകാര്യ ദീർഘദൂര ബസ്സുകളടക്കം ഈ ബസ് സ്റ്റാൻഡിലൂടെയാണ് സർവീസ് നടത്തുന്നത്. കോഴിക്കോട്, പാലക്കാട് ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 209 ബസ്സുകളാണ് ഈ ഭാഗത്തേക്ക് പോകുന്നത്. ഗുരുവായൂർ ഭാഗത്തേക്ക് 175ഉം തൃശൂർ ഭാഗത്തേക്ക് 103ഉം വടക്കാഞ്ചേരി ഭാഗത്തേക്ക് 103 ബസ്സുകളാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. ഇത്രയധികം ബസ്സുകൾ വന്നു പോകുന്ന മറ്റൊരു ബസ് സ്റ്റാൻഡും തൃശൂർ ജില്ലയിലില്ല. ഇത്രയും ബസ്സുകൾക്ക് യാതൊരുവിധ തടസ്സവുമില്ലാതെ വന്നു പോകുവാനും ഇത്രയും ബസ്സുകളിലേക്കുള്ള യാത്രക്കാർക്ക് വളരെ സുഗമമായി ബസ് സ്റ്റാൻഡ് വന്നു പോകുവാനും കഴിയുന്ന വിധത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിപണി അടയ്ക്ക പുതിയത് 4250 രൂപ മുതൽ 4530 രൂപ വരെ. രണ്ടാം തരം 3000 രൂപ മുതൽ 3500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കുടിതട്ടിപ്പ് നടത്തിയ 5ാം വാർഡ് മെമ്പർ PM സുരേഷിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി.
പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. അരുവായി കോട്ടൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം നഗരസഭയിലെ 5 വാർഡുകളിൽ പനിക്ക് സാധ്യത കൂടുതലെന്ന് സർവേ റിപ്പോർട്ട്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ക്യാൻസർ ബോധവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. കുന്നംകുളം നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ 10 കോടി രൂപ വായ്പയ്ക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.